ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സ്റ്റോക്കുകൾ നമുക്ക് എങ്ങനെ പെർഫോം ചെയ്തുള്ളത് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരാഴ്ച നമുക്ക് 3 ട്രേഡിംഗ് സെക്ഷൻസ് ഉള്ളൂ. അതിലൊന്ന് ഇന്ന് അവസാനിച്ചു. നമുക്ക് ഇനി ബുധനും വ്യാഴവും മാത്രമേ ഉള്ളൂ. വെള്ളിയാഴ്ച നമുക്ക് മാർക്കറ്റ് അവധിയാണ്, റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ ഈ 2 ദിവസം നമുക്ക് ഏതൊക്കെ സ്റ്റോക്കുകളിൽ ഇൻട്രാഡേ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ അനലൈസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോൺകോർ എന്ന് പറയുന്ന സ്റ്റോക്കായിരുന്നു. ആ ഒരു സ്റ്റോക്ക് നമ്മുടെ ഈ ഒരു ലെവൽ ഡിസ്കസ് ചെയ്ത് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, 2 ടാർഗറ്റും ഹിറ്റ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് ഒരുപാട് താഴേക്ക് പോയിട്ടുണ്ട്. സോ ആ ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അടുത്ത സ്റ്റോക്ക് അദാനി പോർട്ടായിരുന്നു. അദാനി പോർട്ട്. അപ്പോൾ അദാനി പോർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ലെവലായിരുന്നു. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഒരു നല്ലൊരു സെറ്റപ്പ് വന്നത് ഒരു ബ്രേക്ക് ചെയ്യുമ്പോഴായിരുന്നു. നമ്മൾ ടാർഗറ്റ് ഒരു ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ടാർഗറ്റ് ഇതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ടാർഗറ്റിലേക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 17 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഒരു സ്റ്റോക്ക് നടത്തിയിട്ടുണ്ട്. ഈ സ്റ്റോക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലുള്ളൊരു ഈ ലെവൽ ബ്രേക്ക് ചെയ്ത സമയത്ത് നല്ല എക്സ്പെക്ട് ചെയ്തൊരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ആരോബിൻഡോ ഫാർമയാണ്. ആരോബിൻഡോ ഫാർമ ഈ സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ലെവലിൽ നിന്ന് റിവേഴ്സൽ അല്ലെങ്കിൽ ഇവിടെ നിന്നും ഒരു റിവേഴ്സലാണ്. നമുക്ക് ചെറിയൊരു റിവേഴ്സൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നില്ല, നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നില്ലത്. അതുകൊണ്ട് ഈ ഒരു ട്രേഡ് ഞാൻ ഇവിടെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സെറ്റപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അടുത്ത സ്റ്റോക്ക് JSW ആണ്. JSW എനർജി. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ലെവലാണ്. അതായത് മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്ത കണ്ടീഷനിലായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇവിടെ നിന്നും ഒരു റിവേഴ്സൽ, ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഡിസ്കസ് ചെയ്തത്. ഇവിടെ നിന്നും മാർക്കറ്റ് പ്രോപ്പറായിട്ട് നല്ലൊരു റിവേഴ്സൽ കിട്ടി. ഓൾമോസ്റ്റ് നല്ലൊരു പോയിന്റ് ഈ ഒരു ലെവൽ വരെയുള്ള മൂവ്മെൻറ്റ് ഉണ്ട്. ഏകദേശം 14 പോയിന്റ്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു 4 പോയിൻറ്റിൻ്റെ ഇനീഷ്യൽ ടാർഗറ്റ്, ഒരു ഫസ്റ്റ് ടാർഗറ്റ് 4 പോയിൻ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊരു 14 പോയിൻറ്റിന് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അടുത്ത സ്റ്റോക്ക് അംബുജ സിമെൻ്റ് ആണ്. അംബുജ സിമെൻറ്റിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഈ ഒരു ലെവലാണ്. ഈ സോൺ ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. നമ്മൾ ഫൈനൽ ടാർഗറ്റ് പറഞ്ഞത് ഈ ഒരു ലെവൽ വരെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനീഷ്യൽ ടാർഗറ്റ്, അത് ഫസ്റ്റ് ടാർഗറ്റ് 4 പോയിൻറ്റും ഫൈനൽ ടാർഗറ്റ് 507 എന്ന് പറയുന്ന ലെവലാണ്. ഇതിലൊരു 7 പോയിൻറ്റ് മൂവ്മെൻറ്റ് നടത്തിയിട്ട് അതിനുശേഷം മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് തിരിച്ച് കോസ്റ്റ് ലെവലിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇതിലും ഉണ്ടായിരുന്നു. പിന്നെ മാർക്കറ്റ് ഇവിടെ നമുക്കൊരു എൻട്രി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നിഫ്റ്റി നല്ല രീതിയിലൊരു സെൽ ഓഫ് നിൽക്കുന്ന സമയമായിരുന്നു. മാർക്കറ്റ് വളരെ നെഗറ്റീവ് കണ്ടീഷനിലായിരുന്നു. ആ ഒരു സമയത്ത് നമ്മളൊരു പോസിറ്റീവായിട്ടുള്ളൊരു എൻട്രിക്ക് ഫോക്കസ് ചെയ്യുന്നത് നല്ലതല്ല. അതുകൊണ്ടാണ് ഈ ഒരു ലെവലിലൊരു എൻട്രി ക്യാൻസൽ ചെയ്തത്. അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മാർക്കറ്റ് അത്രയും നെഗറ്റീവ് കണ്ടീഷനിലാണ് നമ്മൾ പോസിറ്റീവ് ട്രേഡ് എടുക്കുന്നത്. നല്ലൊരു തീരുമാനമാവില്ല. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ട്രേഡ്, അതായത് അടുത്ത ദിവസം മാർക്കറ്റ് നെഗറ്റീവായി കിട്ടിയ സമയത്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്രേഡ് നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു. പിന്നെ അതിനുശേഷം ഈ ലെവൽ മാർക്കറ്റ് അടുത്ത ദിവസം മാർക്കറ്റ് ഒരു പോസിറ്റീവായ കണ്ടീഷനിലായിരുന്നു. ആ സമയത്ത് നമ്മൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നല്ല പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഈ ടാർഗറ്റൊക്കെ ഹിറ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ കൂടി നോക്കണം. നമ്മൾ ഒരു അപ്പർ സൈഡിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് മാർക്കറ്റ് പോസിറ്റീവാണ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിലുള്ളൊരു ട്രേഡ് എടുക്കുന്നത് നന്നാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. മാർക്കറ്റിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അതും എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ എത്രയാണ് 5 സ്റ്റോക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 4 സ്റ്റോക്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഒരു സ്റ്റോക്ക് മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടാഞ്ഞത്. ഇനി അടുത്ത 2 ദിവസത്തേക്ക് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള 2 സ്റ്റോക്കുകൾ ഞാൻ പറയാം. അതിലൊന്ന് പറയുന്നത് GSPL ആണ്. ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോളിയം. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ 30 മിനിറ്റ്സിലേക്ക് മാറ്റാം.
ഇവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്. നമുക്കിവിടെ ഒരു നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണിത്. നല്ലൊരു ബൈങ് നടന്നിട്ടുള്ള ഏരിയ. മാർക്കറ്റ് ഈ ഒരു കണ്ടീഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നാളെ മറ്റന്നാളായിട്ട് നല്ലൊരു സെൽ ഓഫ് ഈ സ്റ്റോക്കിൽ വരുവാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നമുക്ക് ബൈ ചെയ്യാവുന്നതാണ്. അപ്പം നല്ലൊരു, അതായത് ഒരു ഇനീഷ്യൽ ടാർഗറ്റ് ഒരു 4 പോയിൻറ്റിൻ്റെ ടാർഗറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുന്ന സമയത്ത് എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് നോക്കാം. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ആർദിൻ്റെ ആണ്. ആർദിൻ്റെ ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഡിമാൻഡ് ഏരിയ ആണ്. ഓക്കെ, ഇവിടെ നല്ലൊരു ഡിമാൻഡ് ഏരിയ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് എത്തുന്ന സമയത്ത് ഇവിടെ നിന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഒരു ഇനീഷ്യൽ ടാർഗറ്റായിട്ട് 4 പോയിൻറ്റ്സ് ആണ് പ്ലാൻ. സോ നമുക്ക് നോക്കാം എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത്. ഇവിടെ നിന്നും മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്ന ഒരു റിവേഴ്സൽ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്തൊരു സ്റ്റോക്ക് മണപ്പുറമാണ്. ഓക്കെ, മണപ്പുറം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ട്രെൻഡ് ലൈൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് തവണ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അഗെയിൻ ഈ ഒരു പോയിന്റിൽ സപ്പോർട്ട് എടുത്തു. ഇവിടെയും സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അഗെയിൻ സപ്പോർട്ട് എടുത്തു. വീണ്ടും ഇന്നും ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഒരു ഫൈനൽ ടാർഗറ്റായിട്ട് ഈ ലെവൽ വരെ എക്സ്പെക്ട് ചെയ്യാം. സോ നമുക്ക് നാളെ അത് സംഭവിക്കുമോ അല്ലെങ്കിൽ അടുത്ത ദിവസം അത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ഫൈനൽ ടാർഗറ്റാണ്. നമുക്ക് ടാർഗറ്റുകൾ സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. ഓരോ ടാർഗറ്റ് നമുക്ക് ഒന്നെങ്കിൽ ഇതൊരു ടാർഗറ്റായിട്ട് വെക്കാം, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലൊരു ടാർഗറ്റാക്കി വെക്കാം. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യാൻ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, എന്നിട്ട് തേർഡ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ ആ രീതിയിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 3 സ്റ്റോക്കുകളാണ് ഈ 2 ദിവസത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അനലൈസ് ചെയ്യുക. എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ല സ്റ്റോക്കുകളാണ് നിങ്ങൾക്കും ഓക്കെ വരുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പം ഇത്തരം വീഡിയോസുകൾ ഇനി വരും വീക്കുകളിൽ ഉണ്ടായിരിക്കും. അപ്പം നല്ല നല്ല സ്റ്റോക്കുകൾ നിങ്ങൾക്കും അനലൈസ് ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അതും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.